രണ്ട് സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ വാരിക്കോരി കൊടുത്തതിന്റെ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിന്റെ അകത്തും പുറത്തുമെല്ലാം കാണാൻ കഴിഞ്ഞത്. കൃത്യമായൊരു മറുപടി നൽകാൻ പോലും ധനമന്ത്രി നിർമ്മല സീതാരാമന് ഇന്ന് കഴിഞ്ഞില്ല. കാരണം പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം വളരെ സത്യവും വ്യക്തവുമായിരുന്നു. അവസാനം കോൺഗ്രസ് സർക്കാരിനെ അടക്കം എടുത്ത് ഉപമിച്ചുകൊണ്ട് രക്ഷപ്പെടേണ്ടുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഇന്ന് നമുക്ക് പാർലമെന്റിൽ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞത്. കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് സേവ് ദി ഗവൺമെന്റ് ബജറ്റ് എന്നാണ്. ഈ ബജറ്റ് സേവ് ദി ഗവൺമെന്റ് ബജറ്റാണ് എന്നാണ്. ദില്ലിയിൽ നിന്ന് വിഷ്ണുവിൻ്റെ റിപ്പോർട്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ ഒഴിവാക്കിയത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. ഇന്ന് പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിപക്ഷ എംപിമാർ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നടത്തിയത്. കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരള എംപിമാരും അത്തരത്തിലൊരു പ്രതിഷേധം പാർലമെന്റ് വളപ്പിൽ നടത്തിയിരുന്നു. രാജ്യസഭയിൽ ശക്തമായ വിമർശനം പ്രതിപക്ഷ കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായിരുന്നു. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബജറ്റ് അത്തരമൊരു ബജറ്റ് താൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം സംസ്ഥാനങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും അവഗണിക്കുക, രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം പരിഗണന നൽകുക, ഇത് കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ബജറ്റാണ്. ആ ബജറ്റിനെ അപലപിക്കുന്നുവെന്നും ശക്തമായി പ്രതിഷേധിക്കുമെന്നുമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് രാജ്യസഭയിൽ ആഞ്ഞടിച്ചത്. तो इसका तो हम कंडम करेंगे, प्रोटेस्ट करेंगे और सारे इंडिया पार्टी अलायंस सारे कन्याकुमारी से लेकर कश्मीर तक. എന്നാൽ പ്രതിപക്ഷ വിമർശനത്തിനെതിരെ ശക്തമായി തന്നെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും തിരിച്ചടിച്ചത്. ബജറ്റ് പ്രസംഗത്തിൽ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞില്ല എന്നതുകൊണ്ട് ആ സംസ്ഥാനങ്ങളെ അവഗണിച്ചെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നതാണ് നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടിയത്. ഇതിനു പുറമെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. Just to the point that he raised, that I have not named many states and probably spoke about only 2 states. It's I think not acceptable. നിലവിൽ രാജ്യസഭയിലും ലോക്സഭയിലും ബജറ്റിന്മേലുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. നാളെയും ഈ ബജറ്റിലെ അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. പാർലമെന്റിന് അകത്ത് മാത്രമല്ല പുറത്തേക്കും ശക്തമായിട്ടുള്ള പ്രതിഷേധം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഇന്ത്യൻ ജനതയുടെ പോക്കറ്റ് ഇത്ര തന്ത്രപരമായി ചൂഷണം ചെയ്ത മറ്റൊരു ധനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലില്ല എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം ധനമന്ത്രിക്ക് നേരെ ഉന്നയിക്കുന്നു. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.